വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്കൂളിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു റഷൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതെ, ഇന്ന് നമ്മൾ പോണത് ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മളുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം റെഡിയാണ്. ബാഗും വാട്ടർ ബോട്ടിൽസും എല്ലാം എടുത്തതാ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് വണ്ടർലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ്. വാട്ടർ റൈഡ്സും അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. കുട്ടികളെ പോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സും നല്ല ഹാപ്പിയാണ്. നമ്മളുടെ ജോബിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇതൊക്കെ. നമുക്ക് കുട്ടികളുടെ കൂടെ ട്രിപ്പ് പോവാം. അതൊക്കെ ഒരു എന്താ പറയുക, എല്ലാ ജോബിനും കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ കുട്ടികൾ ലൈനായിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ നാനിമാരും ഉണ്ട് കൂടെ. അപ്പോൾ എല്ലാവരെയും ഒന്ന് ബസ്സിലിരുത്തി അറേഞ്ച് ചെയ്തിട്ട് നമുക്കിനി കാണാം. അങ്ങനെ കുട്ടികളെ നമ്മൾ ബസ്സിൽ അറേഞ്ച് ചെയ്തിരുത്തിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് ഫുൾ ഫ്രീഡം ആണ്. ഇഷ്ടം പോലെ ഡാൻസും പാട്ടും ഒച്ചയും ബഹളവും എന്ത് വേണമെങ്കിലും ആവാം. യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളും അവരുടെ കൂടെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ സ്നാക്സും ജ്യൂസും അതൊക്കെയാണ് അവരുടെ നെക്സ്റ്റ് പരിപാടി. അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടർലയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വണ്ടർലയിലെത്തി. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് നമുക്ക് ചെറിയൊരു ഇൻസ്ട്രക്ഷൻസിൻ്റെ സെക്ഷനാണ്. കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതും കഴിഞ്ഞ് നേരെ പോണത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയായിരുന്നു. എന്തോ ഒരു ഓറഞ്ചിൻ്റെ പോലത്തെ ജ്യൂസായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഇനി നമ്മൾ കുട്ടികളുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് ലോക്കറിൽ വെക്കുകയാണ്. നമ്മളുടെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗേൾസാണ് കൂടുതലും ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറണത്. ബോയ്സിന് പിന്നെ കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കുട്ടികളെ റൈഡ്സിൽ കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ റൈഡ്സിൻ്റെയും താഴെ അവർ തിരിച്ചിറങ്ങി വരുന്നത് നോക്കിയിട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. അപ്പം നല്ല വെയിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ക്യാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നാനിമാരും ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവത്തിലൊക്കെ കയറാൻ വേണ്ടി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബോയ്സിനൊന്നും വലിയ കുഴപ്പമില്ല, ഗേൾസിനാണ് കുറച്ച് പേടിയൊക്കെ ഫീൽ ചെയ്തത്. അങ്ങനെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ്. എഗെയിൻ ഈ റൈഡിൽ തന്നെ വീണ്ടും വന്ന് കയറുകയാണ്. അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ റൈഡിൽ വന്നതിന് ശേഷം നമ്മൾ നേരെ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള റൈഡ്സിലൊന്നും കയറാൻ നമ്മളുടെ ഒരൊറ്റ ബോയ്സിനെയും കിട്ടില്ല. ഇതെല്ലാം ഗേൾസാണ്. അവർക്കിത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊന്നും ഇല്ലേ എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ഇതെൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റമാണ്. ഇതിൻ്റെ ഒരു കളറും എല്ലാം കൂടെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കെന്തായാലും ഇതിലൊന്നും കയറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോ റൈഡ്സായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഫേവറേറ്റ്. ഇത് ഡിസ്കോ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ കയറിയിരിക്കുകയാണ്. ഇത് നന്നായിരുന്നു എന്നാണ് അവർ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത്. നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ ഈ റൈഡും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ പോണത് ലഞ്ച് കഴിക്കാനാണ്. ഇതുപോലത്തെ ഒരു ഡൈനിങ് ഏരിയ ആണ്. നല്ലതായിരുന്നു. അതുപോലെ ഫുഡും നല്ലതായിരുന്നു. ബിരിയാണി, പിന്നെ അതുപോലെ നൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഫ്രെയിംസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, വെജ് കറി ഉണ്ടായിരുന്നു, ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ സാലഡും പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതായി ഈ ഇരിപ്പ് വാട്ടർ റൈഡ്സിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കണതാണ്. ലഞ്ച് കഴിക്കണതിലൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും
ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് വാട്ടർ പൂൾസാണ്. അവർ അതിനെ ഇങ്ങനെ എയിം ചെയ്തിരിക്കുകയായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഓടിപ്പോണുണ്ട്. അപ്പോൾ പൂളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ടീച്ചേഴ്സും ഇറങ്ങണം, എന്നാലേ കുട്ടികളെ ഇറക്കാൻ പറ്റൂ, നമ്മളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും പോയി ചേഞ്ച് ചെയ്ത് വന്നു. ഭയങ്കര രസമായിരുന്നു ഈ പൂളിലുള്ള നമ്മളുടെ ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെറിയ വേവ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, വലിയ പൂൾ അപ്പുറത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേൾസിനെ ആയിട്ട് വാട്ടർ ഡാൻസിന് വന്നു. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ബോയ്സും ഉള്ളത്, തൊട്ടപ്പുറത്തെ സെക്ഷനായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ചില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ബോയ്സിൻ്റെ പൂളാണ്. അവരെ നേരെ അങ്ങോട്ട് ഇറക്കി വിട്ടു. അവർ മാക്സിമം എൻജോയ് ചെയ്തു. തൊട്ടടുത്ത് തന്നെ ഗേൾസിൻ്റെ പൂളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക റൈഡുകളും നമ്മൾ അവരെ കവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേഞ്ചൊക്കെ ചെയ്തു. ബാത്തിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നിരിക്കുന്നത് സ്നാക്സും ടീയും കഴിക്കാനാണ്. ഒരു ബദാം മിൽക്കും അതുപോലെ കട്ട്ലറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ജ്യൂസൊക്കെ വാങ്ങി. അങ്ങനെ കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങി കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. ഏകദേശം നമ്മളുടെ ട്രിപ്പ് ഇന്ന് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ബസ്സിൽ തിരിച്ചു പോകുമ്പോൾ ഡാൻസും പാട്ടും വന്ന പോലെ തന്നെ അവർ നന്നായി എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികളുമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു റൈഡിൽ കയറിയതിൻ്റെ പിക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.